ലിയനാർഡ് കോഹൻ എഴുതിയ ഒരു പാട്ടിന്റെ ചില വരികൾ ഇങ്ങനെ: ഈവൻ ദോ ഇറ്റ് ഓൾ വെന്റ് റോങ്, ഐ വിൽ സ്റ്റാൻഡ് ബിഫോർ ദി ലോർഡ് ഓഫ് സോങ്, വിത്ത് നത്തിങ് ഓൺ മൈ ടങ് ബട്ട് ഹാലലൂയ. ഇറ്റ് ഈസ് എ ഹോളി ആൻഡ് ഇറ്റ് ഈസ് എ ബ്രോക്കൺ ഹാലലൂയ. എല്ലാം പിശകായി തീർന്നെന്നാലും പാട്ടുമായി കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കും, മറ്റൊന്നും തന്നെ നാവിലില്ലാതെ, എന്നാൽ ഹല്ലേലൂയ മാത്രം, വിശുദ്ധമായതും തകർന്നതുമായ ഹല്ലേലൂയ. പാട്ടുകാരൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ബ്രോക്കൺ ഹാലലൂയ എന്നത് തകർന്ന ഹൃദയത്തിൽ നിന്നുമുള്ള ഹല്ലേലൂയ എന്നാണ് അർത്ഥം. ഏത് മനുഷ്യനായാലും ഹൃദയം തകർന്നു പോകുന്ന നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകാം. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ മരണമടയുമ്പോൾ, പ്രതീക്ഷിക്കാത്ത നേരത്ത് ജോലി നഷ്ടപ്പെടുമ്പോൾ, ബിസിനസ് വൻ പരാജയമാകുമ്പോൾ, ബന്ധങ്ങൾ പിരിയുമ്പോൾ ഹൃദയം തകർന്നു പോകാത്തവർ ആരും തന്നെ കാണുകയില്ല. മനുഷ്യരുടെ ഹൃദയം തകർന്നു പോകുമ്പോൾ ആ വേളകളിൽ പലർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പല അവിവേകങ്ങൾക്ക് പലരും മുതിരുന്നു. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം സകല ഹൃദയങ്ങളെയും സൃഷ്ടിച്ചവനും ഹൃദയങ്ങളുടെ അവസ്ഥ അറിയുന്നവനുമായ ഒരു ദൈവത്തെയാണ് അവർ സേവിക്കുന്നത് എന്നതാണ് അവരുടെ പ്രത്യേകത. ഈ ദൈവം തരുന്ന വാഗ്ദത്തം അത്രേ 34 സങ്കീർത്തനം 18 വാക്യം: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. 147 സങ്കീർത്തനം 3 വാക്യം: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങളുടെയും സംഭവങ്ങളുടെയും നടുവിൽ ഹൃദയങ്ങൾ തകരുമ്പോൾ അത് കണ്ട് കണ്ണടച്ചിരിക്കുന്നവനല്ല നാം സേവിക്കുന്ന ദൈവം. ഹൃദയം തകർന്നവരോട് ഏറ്റവും അടുത്താകുവാനും അവരുടെ ഹൃദയ തകർച്ചയെ സൗഖ്യമാക്കി ആ മുറിവുകളെ കെട്ടുവാനും അവൻ പ്രിയപ്പെടുന്നു. ഈ സാഹചര്യങ്ങളിൽ ദൈവമക്കൾ ദൈവത്തോട് കൂടുതലായി അടുക്കുക. ഒരുപക്ഷെ ദൈവത്തോട് സംസാരിക്കുവാൻ നമ്മുടെ നാവുകളിൽ വാക്കുകളില്ലായിരിക്കാം. അത്രമാത്രം നമ്മുടെ ഹൃദയം തകർന്ന അവസ്ഥയിലായിരിക്കാം. എന്നിരുന്നാലും തകർന്ന ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ഒരു ഹല്ലേലൂയ ഉണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധനയായിരിക്കും അത്. നമ്മൾ പലരും ഇന്ന് അനുഭവിക്കുന്ന ഹൃദയവേദന നന്നായി അനുഭവിച്ചറിഞ്ഞവനത്രേ നമ്മുടെ യേശു കർത്താവ്. അവൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് ഗത്സമന തോട്ടത്തിൽ വെച്ച് പറഞ്ഞതത്രേ: മൈ സോൾ ഈസ് ക്രഷ്ഡ് വിത്ത് ഗ്രീഫ് ടു ദി പോയിന്റ് ഓഫ് ഡെത്ത്. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ആ ഹൃദയ തകർച്ചയുടെ വേളയിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചതത്രേ: ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെയാകട്ടെ എന്ന്. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായ പിതാവിനെ മഹത്വീകരിച്ചുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 ലേഖനം ആരംഭിക്കുന്നത്. ആ ലേഖനത്തിലെ അവസാനത്തിൽ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പൗലോസിനോട് പറഞ്ഞ യേശു കർത്താവിൻ്റെ വാക്കുകളെയും നാം കാണുന്നു. അതെ, കർത്താവ് ഇന്ന് നമ്മോടെല്ലാവരോടുമായി പറയുന്നത്: I am enough for you. I am with you when you are broken hearted. ഞാൻ നിനക്ക് മതിയായവനാണ്. നിന്റെ ഹൃദയം തകരുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്. Have a blessed day.